ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 260 വാല്യം 6. ഈശോ യോഹന്നാൻ്റെ കൃഷിവലന്മാരോട് സംസാരിക്കുന്നു. സ്നേഹം അനുസരണമാകുന്നു. പ്രഭാതം വിടർന്നിട്ടില്ല. ഈശോ ഡോറാസിൻ്റെ നശിച്ചു കഴിഞ്ഞ ഫലവൃക്ഷത്തോട്ടത്തിൻ്റെ മധ്യത്തിലാണ്. ഉണങ്ങിയതും ഉണക്കേറ്റതുമായ വൃക്ഷങ്ങൾ നിരനിരയായി നിൽക്കുന്നു. ഈശോയുടെ ചുറ്റിലുമായി ഡോറാസിൻ്റെയും യോഹന്നാൻ്റെയും വേലക്കാരും അപ്പസ്തോലന്മാരുമുണ്ട്. ചിലർ നിൽക്കുന്നു, ചിലരെല്ലാം വെട്ടിയിട്ടിരിക്കുന്ന തടിയിൽ ഇരിക്കുന്നു. ഈശോ സംസാരിക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വേർപാടും. ഞാൻ മാത്രമല്ല പോകുന്നത്, ഞങ്ങളും പോകുകയാണ്. മറ്റൊരു യജമാനൻ്റെ പക്കലേക്ക് പോകുന്നു. അതുപോലെ ശാരീരികമായിട്ടില്ലെങ്കിലും ധാർമ്മികമായി വേർപെടുകയാണ്. അങ്ങനെ നിങ്ങൾ നല്ലവരും ഭക്തരുമായ കൃഷിക്കാരുടെ കൂടെ ചേരുകയും ഒരു കുടുംബമായി തീരുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് ദൈവത്തെപ്പറ്റിയും അവൻ്റെ വചനത്തെപ്പറ്റിയും ഒളിവും മറവും കൂടാതെ സംസാരിക്കുവാൻ സാധിക്കും. വിശ്വാസത്തിൽ പരസ്പരം താങ്ങായിരിക്കുക, പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകൾ സഹിക്കുക, മറ്റുള്ളവർക്ക് സന്മാതൃക നൽകുകയും ചെയ്യുക. അതാണ് സ്നേഹം. പല വിധത്തിലാണെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ സ്നേഹമാണ് നിത്യരക്ഷയെന്ന് എൻ്റെ അപ്പസ്തോലന്മാരിൽ നിന്ന് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ ഭാരമേറിയ പ്രകൃതത്തെ സ്നേഹം എങ്ങനെ അതിസ്വാഭാവിക പ്രകൃതമാക്കി മാറ്റുമെന്ന് സൈമണിൻ്റെ മകൻ പത്രോസ് അയാൾക്ക് സഹജമായ ലളിതവും കരുണാർദ്രവുമായ വാക്കുകളിൽ നിങ്ങളോട് പറഞ്ഞു. സ്നേഹമില്ലാത്ത ഒരു മനുഷ്യൻ ദുഷിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തന്നു. കൊന്നുകഴിഞ്ഞ് വേവിക്കാത്ത മൃഗം ചീഞ്ഞഴിഞ്ഞതുപോലെയും വെള്ളത്തിൽ ചീഞ്ഞു കിടക്കുന്ന തട കത്തിയെരിയാത്തതുപോലെയും ആയിരിക്കും അത്. സ്നേഹം ദൈവികാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഒരുവനെ പ്രാപ്തനാക്കുകയും അങ്ങനെ അയാൾ ചീത്തയായി പോകാതെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവനായി തീരുകയും ചെയ്യുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ വിശ്വസിക്കൂ, സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ ശക്തി. ഇത് നിങ്ങളോട് എത്രയധികം പറഞ്ഞാലും എനിക്ക് മടുപ്പുണ്ടാകുകയില്ല. ഭൂമിയിലെ എല്ലാ ദൗർഭാഗ്യങ്ങളും സ്നേഹമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത്യുന്നതനായ കർത്താവിനോട് ആദവും ഹവ്വയും സ്നേഹമില്ലാതെ പ്രവർത്തിച്ചതിനെ തുടർന്നാണ് മരണവും രോഗവും മറ്റെല്ലാ ദുരിതങ്ങളും ഭൂമിയിലുണ്ടായത്. കാരണം സ്നേഹം അനുസരണയാണ്. അനുസരിക്കാത്തവൻ എതിർക്കുന്നവനാകുന്നു. എതിർപ്പ് കാട്ടുന്നവൻ ആരെ എതിർക്കുന്നോ ആളെ സ്നേഹിക്കുന്നില്ല. യുദ്ധങ്ങൾ, കുടുംബങ്ങളുടെ അധപതനം ഇത്യാദി പൊതുവും പ്രത്യേകവുമായ ദൗർഭാഗ്യങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അകൽച്ചയുണ്ടാക്കുന്ന സ്വാർത്ഥതയിൽ നിന്ന് തന്നെ. കുടുംബങ്ങളുടെ അധപതനത്തെ തുടർന്ന് ദൈവശിക്ഷയായി പൊതുക്ഷേമവും നശിക്കുന്നു. കാരണം സ്നേഹിക്കാതെ ജീവിക്കുന്നവനെ ഉടൻ തന്നെയോ പിന്നീടോ ദൈവം പ്രഹരിക്കും. എന്നെക്കുറിച്ച് ഇവിടെ കിംവദന്തികൾ പരത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. തന്നിമിത്തം പലരും എന്നെ വെറുക്കുകയും ഭയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ ശിക്ഷയ്ക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകുമെന്ന് ഭയന്ന് എതിർക്കാത്തവരുമുണ്ട്. ഇവിടെ പരന്നു കിടക്കുന്ന വാർത്ത എൻ്റെ നോട്ടം കൊണ്ട് ഈ വയൽ മുഴുവൻ നശിച്ചു പോയെന്നാണ്. എൻ്റെ നോട്ടമല്ല അതിന് കാരണമായത്. ദുഷ്ടനും നീതിരഹിതനുമായ ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് ലഭിച്ച ശിക്ഷയാണ്. എന്നെ വെറുക്കുന്ന എല്ലാവരുടെയും കൃഷികൾ എൻ്റെ നോട്ടം കൊണ്ട് കരിച്ചു കളയുകയാണെങ്കിൽ പാലസ്തീനായിൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാകുകയില്ല. എന്നോട് കാണിക്കുന്ന നീരസത്തിന് ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്യാറില്ല. എന്നാൽ തങ്ങളുടെ സഹോദരങ്ങളോടുള്ള വർത്തനത്തിൽ സ്വാർത്ഥതയാകുന്ന പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ ഞാൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രമാണത്തെ നിന്ദിക്കുന്ന അവർ ദൈവദൂഷണമാണ് ചെയ്യുക. സ്നേഹത്തിലേക്ക് അവരെ നയിക്കാൻ വാക്കാലും പ്രവൃത്തിയാലും കൂടുതൽ പരിശ്രമിക്കും തോറും അവർ കൂടുതൽ ക്രൂരതയുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. അനുതപിക്കുന്ന ഒരാത്മാവിൻ്റെ മേൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോകുക എന്ന് പറയുവാൻ
ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ മനംമാറ്റം ഉണ്ടാകാത്ത കഠിനതയോട് ചേർന്നുകൊണ്ട് സ്നേഹത്തെ ഉപദ്രവിക്കാൻ ഞാൻ മനസ്സാകുകയില്ല. അത് എപ്പോഴും ഓർമ്മിക്കുക. കാര്യങ്ങൾ യഥാർത്ഥ വെളിച്ചത്തിൽ കാണണം. വെറുപ്പും ഭയവും കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവാം. നിങ്ങൾ യജമാനനെ മാറുന്നു, എങ്കിലും ഈ സ്ഥലം വിട്ടു പോകുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ സ്ഥലത്ത് പണിയെടുക്കുന്നതിന് ഭ്രാന്താണെന്ന് തോന്നും. എന്നാൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിറവേറ്റുക. ഇത്രയും കാലം ക്രൂരമായ ശിക്ഷയെ ഭയന്ന് നിങ്ങൾ ജോലി ചെയ്തു. പഴയതുപോലെ നിങ്ങളോട് ഇപ്പോൾ വർത്തിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക. കൂടുതൽ മനുഷ്യത്വത്തോടെ നിങ്ങളോട് പെരുമാറുമ്പോൾ കൂടുതൽ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങൾ ജോലി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മനുഷ്യത്വം കൽപ്പിക്കുന്നവർക്ക് മനുഷ്യത്വം തിരിച്ചു നൽകുവാനാണ് അത് ചെയ്യുന്നത്. കാരണം യജമാനന്മാർ തങ്ങളുടെ കീഴിലുള്ളവരോട് മനുഷ്യത്വം കാണിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവർ. എല്ലാവരും നഗ്നരായി ഒരേ വിധത്തിൽ ജനിക്കുന്നു, ഒരേ വിധത്തിൽ മരിച്ച് ചീഞ്ഞഴിയുന്നു. ധനികനായാലും ദരിദ്രനായാലും സ്ഥിതി ഇതുതന്നെ. ധനം അത് കൈവശമുള്ളവന്റെ സൃഷ്ടിയല്ല, സത്യസന്ധമായോ അല്ലാതെയോ അവനുവേണ്ടി ആർജിച്ചവന്റെയാണ്. അതേക്കുറിച്ച് അഹങ്കരിക്കുകയോ മറ്റുള്ളവരെ ഞെരുക്കുകയോ പാടില്ല. നേരെ മറിച്ച് സ്നേഹത്തോടെ അത് ഉപയോഗിക്കണം. യഥാർത്ഥ യജമാനനായ ദൈവം കഠിനമായ അപ്രീതിയോടെ വീക്ഷിക്കാതിരിക്കാനായി സ്നേഹത്തോടും വിവേകത്തോടും നീതിയോടും കൂടെ അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. രത്നങ്ങളോ സ്വർണ്ണ താലന്തുകളോ കൊടുത്ത് ദൈവത്തെ വാങ്ങാനോ മയക്കിയെടുക്കാനോ പറ്റില്ല. നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് മാത്രമേ നമ്മുടെ സ്നേഹിതനാക്കാൻ കഴിയൂ. ഇപ്പറഞ്ഞതെല്ലാം സത്യമാണ്. എങ്കിൽ തന്നെയും വേലക്കാർ തങ്ങളുടെ യജമാനന്മാരോട് നന്നായി പെരുമാറാൻ കടപ്പെടുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. നിങ്ങൾ ഈ എളിയ സാഹചര്യത്തിലായിരിക്കുവാൻ തിരുച്ചിത്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഗീതം നിഷ്കളങ്ക മനസ്സോടെ ഉത്സാഹത്തോടെ നിങ്ങൾ നിറവേറ്റുക. ദീവസിന്റെ ഉപമ നിങ്ങൾക്കറിയാമല്ലോ. സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് സ്വർണത്തിനല്ല, ചെയ്തിട്ടുള്ള നന്മകൾക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. നന്മയും ദൈവ ഇഷ്ടത്തോടുള്ള വിധേയത്വവും ദൈവത്തെ മനുഷ്യന്റെ സ്നേഹിതനാക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളിൽ എപ്പോഴും ദൈവത്തെ കാണുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് എനിക്കറിയാം. നല്ല ആളുകളുടെ പ്രവൃത്തിയിൽ അത് കാണുക എളുപ്പമാണ്. ചീത്ത ആളുകളുടെ പ്രവൃത്തിയിലും അങ്ങനെ കാണുക എളുപ്പമല്ല. കാരണം ദൈവം നല്ലവനല്ല എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടാൻ പാടുണ്ട്. സാത്താന്റെ പ്രലോഭനത്താൽ മനുഷ്യർ നിങ്ങളോട് തിന്മ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അതിനെ ജയിക്കാൻ ശ്രമിക്കണം. കണ്ണീരിനപ്പുറം കാണാൻ കഴിവുണ്ടാകണം. സങ്കടങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിലയും കാണാൻ ശ്രമിക്കണം. ദുഃഖങ്ങൾ വരുന്നത് തിന്മയിൽ നിന്നാണ്. ദൈവത്തിന് അത് നീക്കിക്കളയാൻ സാധ്യമല്ല. തിന്മയുടെ ശക്തിയുണ്ട്. ദൈവമക്കളുടെ ആധ്യാത്മിക സമ്പത്തായ സ്വർണത്തിൻ്റെ മാറ്റി പരിശോധിക്കുന്ന അഗ്നിയാണത്. നിത്യജീവൻ നൽകുന്ന മരുന്നിനുള്ള ദ്രവം തിന്മയാകുന്ന വിഷത്തിൽ നിന്ന് ഉളവാക്കാൻ ദൈവം നിർബന്ധിക്കുന്നു. കാരണം ദുഃഖത്തിൻ്റെ വീര്യം നല്ല ആളുകളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അങ്ങനെ അവരെ കൂടുതൽ കൂടുതലായി ആത്മീയരാക്കി വിശദീകരിക്കുകയും ചെയ്യും. അതിനാൽ നല്ലവരും ബഹുമാനമുള്ളവരും വിധേയത്വമുള്ളവരുമായി തീരുക. നിങ്ങളുടെ യജമാനനെ വിധിക്കരുത്. അവരെ വിധിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ മേൽനോട്ടക്കാരൻ നീതിയുള്ളവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതം കുറെ കൂടെ എളുപ്പമുള്ളതാക്കാനും അയാളുടെ തന്നെയും ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ്. എന്നാൽ ജോലി കൂടുതൽ ഭാരമുള്ളതാണെങ്കിൽ അത് സഹിക്കുന്നതിനാൽ ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കൂടുതലാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങളുടെ യജമാനനെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. വഞ്ചനയിൽ കൂടി നേടുന്ന പണമോ ഭക്ഷ്യസാധനങ്ങളോ ഒരുവനെയും ധനികനാക്കുകയോ അവൻ്റെ വിശപ്പ് ശമിപ്പിക്കുകയോ ചെയ്യുകയില്ല.
നിങ്ങളുടെ കരങ്ങളും അധരങ്ങളും ഹൃദയവും ശുദ്ധമായിരിക്കട്ടെ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വയലിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായാൽ തന്നെ നിങ്ങളുടെ സാപത്തുകളും കടപ്പെട്ട മറ്റ് പുണ്യദിനങ്ങളും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തും. ഞാൻ ഗൗരവമായി പറയുന്നു, ലോകത്തിൻ്റെ സ്തുതി ലഭിക്കാൻ വേണ്ടി കപടമായ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുടെ പ്രാർത്ഥനയേക്കാൾ നിങ്ങളുടെ അധ്വാനം കൂടുതൽ വിലയുള്ളതായിരിക്കും. കാരണം ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സാപത്തും ഇസ്രായേലിൻ്റെ തിരുനാളുകളും ആചരിക്കണമെന്നുള്ള കൽപ്പന അവർ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന പ്രവൃത്തിയിലല്ല, മനോഭാവത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തടയുന്ന സാപത്തും തിരുനാളുകളും അവരെക്കാൾ കൂടുതൽ നന്നായി നിങ്ങളായിരിക്കും ആഘോഷിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പോകുകയാണ്. കാരണം സൂര്യൻ ഉദിച്ചുയരുന്നു. ചൂട് അധികരിക്കുന്നതിന് മുമ്പ് കുന്നുകളിലെത്തണം. ഇനി താമസിയാതെ നിങ്ങളെ കാണാൻ കഴിയും. കാരണം ശരൽക്കാലം അടുത്തിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, പഴയവരും പുതിയവരുമായ എല്ലാ ജോലിക്കാർക്കും സമാധാനം. നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരട്ടെ. ആ കൃഷിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ അവരുടെ ഇടയിൽ കൂടി കടന്നു പോകുന്നു. കരിഞ്ഞുപോയ ഒരു വലിയ ആപ്പിൾ മരത്തിന് പിന്നിൽ ഒരു മനുഷ്യൻ ഒളിച്ചിരിപ്പുണ്ട്. അയാളെ കണ്ടില്ല എന്ന മട്ടിൽ ഈശോ കടന്നു പോകുകയാണെന്ന് തോന്നിയപ്പോൾ അയാൾ ചാടി വീണ് പറയുന്നു, ഞാൻ യോഹന്നാന്റെ കാര്യസ്ഥനാണ്. അവൻ എന്നോട് പറഞ്ഞു, ഇസ്രായേലിലെ റബ്ബി വരികയാണെങ്കിൽ എൻ്റെ വയലിൽ നിന്ന് എൻ്റെ വേലക്കാരോട് സംസാരിക്കട്ടെ. അവർ നമുക്ക് വേണ്ടി കൂടുതൽ വേല ചെയ്യും. കാരണം അവിടുന്ന് നല്ല കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവൻ ഇന്നലെ എനിക്ക് എഴുതി. ഇന്നു മുതൽ അവൻ ഡോറാസിന്റെ വേലക്കാരെ ചൂണ്ടിക്കാണിക്കുന്നു. എൻ്റെ കൂടെ ആയിരിക്കും. ഈ വയലെല്ലാം യോഹന്നാൻ്റേതാണ്. അയാൾ പറയുന്നു, റബി വരികയാണെങ്കിൽ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ഒരാപത്തും സംഭവിക്കാതിരിക്കട്ടെ. അവനെ ബഹുമാനം കൊണ്ട് അഭിഷേകം ചെയ്യുക. എന്നാൽ ഈ വയലുകളിന്മേലുള്ള ശാപം തിരിച്ചെടുപ്പിക്കുവാൻ കഴിയുമോ എന്ന് നോക്കണം. കാരണം യോഹന്നാൻ അത് വാങ്ങിയത് വിദ്വേഷ നിമിത്തമാണ്. പക്ഷേ അവന് അതിന്മേൽ മനസ്താപമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് മേച്ചിൽപ്പുറമായി മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു നേട്ടമായിരിക്കും. ഞാൻ സംസാരിച്ചത് നീ കേട്ടോ? കേട്ടു ഗുരുവേ. എന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് നിനക്കും നിന്റെ യജമാനനും അറിയാം. നിന്റെ യജമാനനോട് പറയുക. നിന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യജമാനന്റെ കൽപ്പനകൾ നീ മയപ്പെടുത്തുക. കാരണം വയലിൽ ജോലി ചെയ്യുന്നത് എത്ര വിഷമമുള്ള കാര്യമാണെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ യജമാനന് നിന്നോട് വളരെ സ്നേഹവുമാണ്. എന്നാൽ നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നന്ന് അവൻ്റെ പ്രീതിയും നിന്റെ ജോലിയും നഷ്ടമാകുന്നതാണ്. ദൈവം നിന്നോട് കൂടെ. പക്ഷേ നിന്നെ എനിക്ക് ബഹുമാനിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു വിഗ്രഹമല്ല. കൃപാവരങ്ങൾ കൊടുക്കുന്നതിന് കരുതിക്കൂട്ടിയുള്ള ബഹുമാനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. നിന്റെ ആത്മാവിനെ കൊണ്ട് എന്നെ ബഹുമാനിക്കുക. നീ ശ്രവിച്ചത് പ്രായോഗികമാക്കൂ. അങ്ങനെ ദൈവത്തെയും നിന്റെ യജമാനനെയും ഒരേ സമയം സേവിക്കുന്നതിന് കഴിയും. അപ്പസ്തോലന്മാർ, സ്ത്രീകൾ, കൃഷിക്കാർ എന്നിവരാൽ അനുഗതനായി വയലിന് കുറുകെ നടന്ന് കുന്നുകളെ ലക്ഷ്യമാക്കി ഈശോ കടന്നു പോകുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അഭിവാദനങ്ങൾ നൽകി.